തിയറി ഓഫ് സ്ട്രക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിന്. അതിലൊരു സെക്കൻഡ് പാർട്ടായിരുന്നു, അതിലൊരു സെക്കൻഡ് ചോയ്സ് ആയിരുന്നു. ഫസ്റ്റ് ചോയ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിംഗിൾ മെറ്റീരിയൽ, സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, അതായത് ടെമ്പറേച്ചർ സ്ട്രെസ് ഇല്ലാത്ത കേസിൽ, നോർമൽ സ്ട്രെസ്സും സ്ട്രെയിനും വരുന്ന കേസിൽ ഒരു മെറ്റീരിയൽ, സിംഗിൾ മെറ്റീരിയലിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പൗണ്ട് മെറ്റീരിയലാണ്. കോമ്പൗണ്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 2 or more മെറ്റീരിയൽ, രണ്ടിലധികം കൂടുതൽ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു മെറ്റീരിയൽ, അതായത് ഒരു മെറ്റീരിയൽ തന്നെ കോപ്പറും അതുപോലെ തന്നെ സ്റ്റീലും വെച്ചിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് മെറ്റീരിയൽ, അല്ലെങ്കിൽ കോപ്പറും അലുമിനിയം, അങ്ങനെയുള്ള ബ്രാസും അലുമിനിയം, അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഒരു മെറ്റീരിയൽ വരികയാണെങ്കിൽ അതിൽ വരുന്ന സ്ട്രെസ്സും സ്ട്രെയിനും എങ്ങനെ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ്, സ്റ്റഡി ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് തിയറി പാർട്ടാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹെഡിങ് ഇതാണ്, സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിന്. അതിൽ സെക്കൻഡ് പാർട്ടായിട്ടുള്ള കോമ്പൗണ്ട് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ നമുക്ക് ബാർ എന്നൊക്കെ പറയാം, കോമ്പൗണ്ട് ബാർസ് എന്നൊക്കെ പറയാം, കോമ്പൗണ്ട് ബാർ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട, ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആവശ്യമായി വരുന്ന ക്വസ്റ്റ്യൻ ഇക്വേഷൻസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ P=P1 + P2 എന്നാണ്. ഇതിന് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് P=F1A1 + F2A2. ഓക്കെ, ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്പർ 1 നിർബന്ധമാണ്. അടുത്തൊരു ഇക്വേഷൻ എന്നുള്ളത് ΔL1 = ΔL2 എന്നുള്ളതാണ്. ΔL1 = ΔL2. അതിൽ ഒന്നുകൂടി ശരിയാക്കി ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ΔL = F1E1 × L = F2E2 × L. ഓക്കെ, ഇങ്ങനെയും പറയാം. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡെൽറ്റയിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെറ്റീരിയൽ വരുന്ന ഇലോങ്ങേഷനും സെക്കൻഡ് മെറ്റീരിയൽ വരുന്ന ഇലോങ്ങേഷനും, അല്ലെങ്കിൽ ഫസ്റ്റ് മെറ്റീരിയൽ വരുന്ന കോൺട്രാക്ഷനും സെക്കൻഡ് മെറ്റീരിയൽ വരുന്ന കോൺട്രാക്ഷനും രണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് ഈ രണ്ട് ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ രണ്ട് മെയിൻ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ഇക്വേഷൻസ് ആണ്. ഇതിൽ നിന്ന് ഡെറൈവ് ചെയ്ത് വന്ന രണ്ട് ഇക്വേഷൻസ് ആണ്. ഈ രണ്ട് ഡെറൈവ് ഇക്വേഷൻസ് ആണ് പ്രധാനമായിട്ടും ആവശ്യമായിട്ട് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഇക്വേഷൻ എന്നുള്ളത് F1E1 = F2/E2. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇക്വേഷൻ ആണ്. ഈ 3 ഇക്വേഷൻ കറക്റ്റ് ഇതിൻ്റെ ലോജിക്ക് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ട് സെക്ഷൻ, സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിൽ കോമ്പൗണ്ട് സെക്ഷൻ അല്ലെങ്കിൽ കോമ്പൗണ്ട് ബാർ വരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കോമ്പൗണ്ട് ബാറും സിംഗിൾ ബാറും അല്ലെങ്കിൽ കോമ്പൗണ്ട് മെറ്റീരിയലും സിംഗിൾ മെറ്റീരിയലും നമ്മൾ വ്യത്യാസം ഞാൻ ചെയ്ത് കാണിക്കാം, ഫിഗർ വരച്ച് കാണിക്കാം. നമ്മളിങ്ങനെ പറയുമ്പോൾ ഇതിലൊരു കോപ്പർ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റീൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ മെറ്റീരിയലാണ്. ഇനി ഈ ഒരു മെറ്റീരിയൽ തന്നെ ഇതൊരു മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലിനകത്ത് മറ്റൊരു മെറ്റീരിയൽ കൂടെ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും ഭാഗം കോപ്പർ, അപ്പോൾ അതിന് കോപ്പർ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു പൈപ്പിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ബാറിനകത്ത് നമ്മൾ അടുത്തൊരു മെറ്റീരിയൽ ആയിട്ടുള്ള സ്റ്റീല് കോപ്പറൊക്കെ എക്സാമ്പിൾ പറയുന്നതാണ്. ഒരു സ്റ്റീൽ ഫിക്സ് ചെയ്തെന്ന് വിചാരിക്കാം. ഇതിൽ രണ്ട് മെറ്റീരിയലായി, കോപ്പറുമായി സ്റ്റീലുമായി. ഇങ്ങനെ വരുന്ന മെറ്റീരിയൽ ഇതിൽ സ്ട്രെസ് സംഭവിക്കുക, ലോഡ് വരും. ഓക്കെ, ഈ ലോഡ് വരുന്ന സമയത്ത് ഇതിൽ വരുന്ന സ്ട്രെസ്, സ്ട്രെയിന്, അതേപോലെ ഇലോങ്ങേഷൻ, കോൺട്രാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫിഗർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കോമ്പൗണ്ട് മെറ്റീരിയൽസ് പറഞ്ഞാൽ അതിൽ രണ്ടിലധികം മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്, ഇത് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഫസ്റ്റ് ഇത് സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണോ, അതായത് ടെമ്പറേച്ചർ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണോ എന്നുള്ളത് സ്റ്റഡി മനസ്സിലാക്കിയെടുക്കണം. ശേഷം സിംഗിൾ മെറ്റീരിയൽ ആണോ കോമ്പൗണ്ട് മെറ്റീരിയൽ ആണോ എന്നുള്ളത് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിൽ എത്ര മെറ്റീരിയൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഇക്വേഷൻസ് യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്തെടുക്കാൻ സാധിക്കും. തിയറി ഓഫ് സ്ട്രക്ചേഴ്സിലെ സെക്കൻഡ് മൊഡ്യൂളിലെ പുതിയൊരു ടോപ്പിക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കോമ്പോസിറ്റ് സെക്ഷൻ, കോമ്പോസിറ്റ് ബാറിൻ്റെ കേസിലുള്ള
പ്രോബ്ലംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബ്രാസ് ട്യൂബ് ഓഫ് 10 cm external diameter and 1 cm thick surrounds a copper tube of equal thickness. The composite section carries a load of 40 kN. Estimate the stress in each tube and amount by which each shortens in a length of 200 mm. ഇതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ള കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എസ്റ്റിമേറ്റ് ദി സ്ട്രെസ് ഇൻ ഈച്ച് ട്യൂബ്. അതായത് സ്ട്രെസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എമൗണ്ട് ബൈ വിച്ച് ഈച്ച് ഷോർട്ടൻസ് ഇൻ എ ലെങ്ത്. അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എസ്റ്റിമേറ്റ് ദി സ്ട്രെസ് ഇൻ ട്യൂബ്, അതുപോലെ തന്നെ എമൗണ്ട് ബൈ വിച്ച് ഷോർട്ടൻ ഇൻ എ ലെങ്ത്. അതായത് ഡെൽറ്റ എൽ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് കാണാൻ പറഞ്ഞിട്ടുള്ളത് സ്ട്രെസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഇതിലുള്ള സ്ട്രെസ് ആണ്. അതിന് മുമ്പൊക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റഡി ചെയ്യേണ്ട കാര്യം ഇത് ഏത് ടൈപ്പ് ആണെന്നതാണ്. സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണോ അതോ ടെമ്പറേച്ചർ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണോ? കാരണം ഇതിൽ ടെമ്പറേച്ചറിന്റെ കാര്യം പറയുന്നുണ്ടോ നോക്ക്. ഇതിൽ എവിടെയും നോക്കുന്ന സമയത്ത് ടെമ്പറേച്ചറിന്റെ കാര്യങ്ങൾ ഇതിൽ പറയുന്നില്ല. അതായത് ഇത് സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉള്ള ടോപ്പിക്കിൽ വരുന്ന ഭാഗമാണ്. ഇനി അടുത്ത ടോപ്പിക് വരുന്നത് സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ സിംഗിൾ മെറ്റീരിയൽ ആണോ അതോ കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണോ? അതെങ്ങനെ ചെക്ക് ചെയ്യാം? ബ്രാസ് ട്യൂബ് ഓഫ് 10 cm external diameter. ബ്രാസ് ട്യൂബ് ഒരു മെറ്റീരിയലായി. ഓക്കെ, ഇതിലുണ്ടോ ഡയമീറ്റർ ആൻഡ് 1 cm തിക്ക് സറൗണ്ട്സ് എ കോപ്പർ ട്യൂബ്. കണ്ടോ, ഇതിന് ബ്രാസിന്റെ കാര്യം പറയുന്നുണ്ട്, കോപ്പറിന്റെ കാര്യം പറയുന്നുണ്ട്. രണ്ട് മെറ്റീരിയലിന്റെ കാര്യം ഒരുമിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് മെറ്റീരിയൽ കൂടിയിട്ട് ഒരു മെറ്റീരിയൽ ആക്കി എന്നാണ് പറയുന്നത്. അതായത് ഈ ബ്രാസ് ട്യൂബ് കോപ്പർ ട്യൂബിനെ സറൗണ്ട് ചെയ്ത് കിടക്കുന്നു എന്ന് പറഞ്ഞു. ബ്രാസ് ട്യൂബിനെ കോപ്പർ ട്യൂബ് സറൗണ്ട് ചെയ്ത് കിടക്കുന്നു എന്നാണ് ഇതിൽ വേർഡ് മീനിങ്. അതായത് രണ്ടും കൂടിയാണ് ഒരു മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ മെറ്റീരിയൽ രണ്ട് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് സ്ട്രക്ചർ ആയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ വരുന്ന ഈ രണ്ട് കോപ്പറിന്റെയും ബ്രാസിൽ വരുന്ന സ്ട്രെസ്സും സ്ട്രെയിനും, അതായത് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ഇലാമിനേഷനും കണ്ടെത്താനാണ് നമുക്കുള്ള നിർദ്ദേശം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം യൂണിറ്റ് കൺവേർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ലോഡ് ഓഫ് 40 ആണ്. ലോഡ് എന്ന് പറഞ്ഞാൽ പി ആണ്. പി എന്നുള്ളത് 40 kN എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ kN ആണ്. ഈ നോക്കൂ, ന്യൂട്ടൺ പെർ m², ന്യൂട്ടൺ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ ന്യൂട്ടണായി കൺവേർട്ട് ചെയ്യണം. 40 × 1000 അത്ര ന്യൂട്ടണായി. ഓക്കെ, ഇനി ഏതെങ്കിലും കൺവേർട്ട് ചെയ്യാനുണ്ടോ നോക്കണം. ബ്രാസ് ട്യൂബ് ഓഫ് 10 cm എക്സ്റ്റേണൽ ഡയമീറ്റർ. 10 cm പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കണ്ടോ mm ആണ്, ന്യൂട്ടൺ പെർ m². ഒന്നെങ്കിൽ സെന്റിമീറ്റർ mm ആക്കണം, അല്ലെങ്കിൽ ഇവിടെ mm² സെന്റിമീറ്റർ² ആക്കണം. അപ്പൊ ഞാൻ സെന്റിമീറ്ററിനെ mm ആയി കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഈ 10 cm എന്നുള്ളത് ഓട്ടോമാറ്റിക് അത് 100 mm എന്നാവും. ഓക്കെ, അതിന് കൺവേർട്ട് സെന്റിമീറ്റർ mm ആക്കാൻ × 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, 8 cm എന്നുള്ളത് 80 cm എന്നാവും. 6 cm എന്നുള്ളത് 60 cm എന്നാവും. ഓക്കെ, അപ്പോൾ യൂണിറ്റ് കൺവേർഷൻ ഒരു ഇതൊക്കെ കഴിഞ്ഞു. ലെങ്ത് 200 mm ആണ്, അത് mm ലാണ്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി ഇതിൽ കാണാൻ പറഞ്ഞത് EC തന്നിട്ടുണ്ട്, EB തന്നിട്ടുണ്ട്. EC എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. C എന്ന് പറഞ്ഞാൽ കോപ്പറിന്റെ യങ്സ് മോഡുലസ് വെലോസിറ്റി, B എന്ന് പറഞ്ഞാൽ ബ്രാസിന്റെ യങ്സ് മോഡുലസ് വെലോസിറ്റി. കാരണം രണ്ടെണ്ണം ഉണ്ടല്ലോ, രണ്ട് വാല്യൂ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ചെയ്ത് നോക്കാം. കാണാൻ പാടുള്ളത് ഇതാണ് FC എന്ന് പറഞ്ഞാൽ കോപ്പറിന്റെ സ്ട്രെസ്, അതുപോലെ തന്നെ FB ബ്രാസിലെ സ്ട്രെസ്. ഈ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിട്ടുള്ളത് ഡെൽറ്റ എൽ ആണ് പറഞ്ഞിട്ടുള്ളത്. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലും വരുന്ന ഡെൽറ്റ എൽ സെയിം ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു ഡെൽറ്റ എൽ കണ്ടാൽ മതി. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷനാണ് പ്രധാനമായിട്ടുള്ളത്. അവിടുന്ന് ചെയ്ത് തുടങ്ങാം. അതായത് FB/EB = FC/EC. ഇതാണ് നമ്മുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ. രണ്ടാമത് നമ്മുടെ കയ്യിലുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P = FB × AB + FC × AC. നമ്മളിത് പഠിച്ചിട്ടുണ്ടാവുക P = F1A1 + F2A2 ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അത് നമ്മൾ A1 എന്നുള്ളത് ഫസ്റ്റ് മെറ്റീരിയൽ ബ്രാസ് ആയിട്ട് എടുത്തു, സെക്കൻഡ് കോപ്പർ ആയിട്ട് എടുത്തു. അത് തിരിച്ചാലും അങ്ങനെയൊന്നും അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എടുത്താൽ മതി. അതായത് FB AB FC AC അങ്ങനെ വന്നാൽ മതി. ഓക്കെ, അത് ആദ്യം ഒന്നും രണ്ടാമതും ഒന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇതിൽ ആൻസറിനെ ബാധിക്കുന്ന വിഷയമല്ല. ഓക്കെ, എന്തായാലും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിൽ നോക്കാം. അവൈലബിൾ ഡാറ്റ FB കാണാനുള്ളതാണ്, FC കാണാനുള്ളതാണ്. ഓക്കെ,
ഇ ബി നമുക്കറിയാം, ഇ സി നമുക്കറിയാം. ഓക്കെ, ഇനി ഇതിൽ നോക്കൂ, എഫ് ബി, എ ബി, എഫ് സി, എ സി. ഞാൻ ആദ്യം ഈ ക്വസ്റ്റ്യനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഇക്വേഷനിൽ എഫ് ബി എന്ന് പറഞ്ഞാൽ എഫ് ബി തന്നെ, ഇ ബി എന്ന് പറഞ്ഞാൽ 0.90 into 10⁵ ഈക്വൽ ടു എഫ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് എഫ് സി. ഇ സി, ഇനി അടുത്ത് ഇ സി എന്താ നോക്കാം. ഇ സി എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് 1.1 into 10⁵. ഓക്കെ, ഇനി ഇതിനൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. എഫ് ബി ഈക്വൽ ടു, എഫ് ബിനോട് നിർത്തി, എഫ് സി ഇൻറ്റു 0.90 into 10⁵ by 1.1 into 10⁵. ഇങ്ങനെ കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 0.818 എഫ് സി എന്നുള്ള ആൻസർ കിട്ടും. അതായത് എഫ് ബി ഈക്വൽ ടു 0.818 എഫ് സി എന്നുള്ള ആൻസർ കിട്ടും. അതാണ് ഇക്വേഷൻ നമ്പർ. ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ ആണ് എങ്കിൽ പോലും നമ്മൾ നമ്പർ ഇടുന്നില്ല, നമ്മൾ ഡെറൈവ് ചെയ്ത് വന്ന ഒരു ഫസ്റ്റ് ഇക്വേഷൻ. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ ആണ്. എഫ് ബി ഈക്വൽ ടു 0.818 എഫ് സി. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷനായി. ഞാനത് മാത്രം ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. എഫ് ബി ഈക്വൽ ടു 0.818 എഫ് സി. ഇത്ര ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഇക്വേഷൻ എഫ് ബി ബൈ ഇ ബി ഈക്വൽ ടു എഫ് സി ബൈ ഇ സി. ഇതിൽ അറിയുന്ന ഡാറ്റാസ് എല്ലാം നമ്മൾ ഇൻപുട്ട് ചെയ്തു. ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് അതിൽ എഫ് ബി ഈക്വൽ ടു രണ്ട് ഭാഗത്തും ഓരോന്ന് കൊടുത്തിട്ട് എഫ് ബി ഈക്വൽ ടു ഒരു സിംഗിൾ ടൈമിന്റെ രൂപത്തിലാക്കി എഫ് ബി ഈക്വൽ ടു 0.818 അങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ഇക്വേഷൻ വരുന്നുണ്ട്. പി ഈക്വൽ ടു സെക്കൻഡ് ഇക്വേഷൻ, പി ഈക്വൽ ടു എഫ് ബി എ ബി പ്ലസ് എഫ് സി എ സി. ഓക്കെ, ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് അറിയുന്ന ഡാറ്റാസ് ഏതൊക്കെയാണ്? പി അറിയാൻ പറ്റുമോ? പി നമുക്ക് അറിയാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. പി എന്നുള്ളത് ഗിവൺ ഡാറ്റയാണ്, 40,000 ന്യൂട്ടൺ. ഓക്കെ, അറിയുന്നതാണ്. എഫ് ബി നമുക്ക് അറിയാം, ഇല്ല കണ്ടെത്തേണ്ടതാണ്. പക്ഷെ എഫ് ബിക്ക് പകരം വേറെ സംഭവം കിട്ടിയിട്ടുണ്ട്, 0.818 എഫ് സി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ബി നമുക്ക് അറിയില്ല, പക്ഷെ കണ്ടുപിടിക്കാം. എഫ് സി കണ്ടുപിടിക്കേണ്ട, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഡാറ്റയാണ്. എ സി എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഈ ഫിഗറിൽ നിന്നും പ്ലോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ഒന്നുകൂടെ വരാം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം, എ ബ്രാസ് ട്യൂബ് ഓഫ് 10 സെന്റിമീറ്റർ എക്സ്റ്റേണൽ ഡയമീറ്റർ. ഓക്കെ, 10 സെന്റിമീറ്റർ എക്സ്റ്റേണൽ ഡയമീറ്റർ, അതായത് 10 സെന്റിമീറ്റർ എക്സ്റ്റേണൽ ഡയമീറ്റർ. ഓക്കെ, അതിന്റെ തിക്നെസ്, അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പൈപ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു പെൻ എടുത്തിട്ട് ഒരു ട്യൂബിന്റെ നോക്കിയാൽ മതി. ഇതൊരു ട്യൂബ്, ആ ട്യൂബിനകത്ത് അടുത്തൊരു ട്യൂബ് കയറ്റി വെച്ചു. പക്ഷെ ഇത് ലൂസാണ്, പക്ഷെ ടൈറ്റ് ആക്കിയിട്ട് ഇതിന്റെ അകത്തുള്ള ഡയമീറ്ററിൽ സൈസിലുള്ള പൈപ്പ് ഇതിനകത്ത് ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ ഒരു സിറ്റുവേഷനാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കേസിൽ 10 സെന്റിമീറ്റർ എക്സ്റ്റേണൽ ഡയമീറ്റർ, അതിന് 1 സെന്റിമീറ്റർ തിക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ കട്ടി ഇത്രയേ ഉള്ളൂ. ഇതപ്പോൾ ഇതാണ് കൃത്യമായി പറഞ്ഞാൽ നമ്മളെ കോപ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളെ സിമ്പിളായി പറഞ്ഞാൽ കോപ്പർ. ഇനി ഇതിനകത്തൊരു ബ്രാസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രാസിന്റെ ട്യൂബ്, അതാണ് ഈ കാണുന്നത്. ഓക്കെ, അതിന്റെ ഒരു സെക്ഷനും വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. ഇത് പൈപ്പാണ്, ഇത് പുറത്തുള്ള പൈപ്പ്, അതിനകത്ത് ഇത് കോപ്പറിന്റെ പൈപ്പ്, അതിനകത്ത് ബ്രാസിന്റെ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഹോളോ ഭാഗമാണ്. ഇത്രയും തിക്നെസ്സിലാണ് നമ്മുടെ എന്തുള്ളത്, കോപ്പർ ഉള്ളത്. ഇത്രയും തിക്നെസ്സിൽ ബ്രാസും, ഇത് ഹോളോ ഫ്രീ സ്പേസ് ആണ്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഏരിയ കാണാൻ പറ്റുമോ നോക്കാം. ഇതിന്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ 10, ഇവിടെ തന്നിട്ടുണ്ട് 100. ഓക്കെ, നമ്മൾ കൺവേർട്ട് 100 ആക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഡയമീറ്റർ എത്ര വരിക? ഇതിന്റെ കണ്ടോ, ഫസ്റ്റ് ഇതിന്റെ ഇത്ര ഏരിയ നമ്മൾ കണ്ടെത്തേണ്ടത്, ഇത്രയും ഏരിയ. അപ്പോൾ ഇത് എക്സ്റ്റേണൽ 10ഉം ഇന്റേണൽ 8ഉം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എ സി കണ്ടെത്താൻ പറ്റുമോ നോക്കാം.
എ സി ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു 100 ആക്കിയിട്ടുണ്ട്, 10നെ കൺവേർട്ട് ചെയ്തു, 10 സ്ക്വയർ മൈനസ് 80 സ്ക്വയർ. ഓക്കെ, അത് കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ 2827.43 mm സ്ക്വയർ എന്നുള്ള ആൻസർ ലഭിക്കും. ഓക്കെ, അപ്പൊ എ സി കിട്ടി, ഇതിൽ എ സി കിട്ടി, എഫ് സി കണ്ടെത്തേണ്ടതാണ്, എ ബിയും കൂടെ കാണാം. എ ബിയും ഈ രൂപത്തിൽ കാണുന്നുണ്ടെങ്കിൽ π/4 ഇൻറ്റു ഇതിന്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ, അതായത് ഈ ട്യൂബ്, ഇതാണ് നമ്മുടെ എന്താ പറയാ ബ്രാസ്. ഈ ബ്രാസിന്റെ പുറത്തെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 8, അതായത് 80. ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 60. ഇത്രയും ഭാഗം മാത്രമേ ബ്രാസ് വരുന്നുള്ളൂ, ബാക്കിയുള്ളത് കോപ്പറും അതിനകത്തുള്ളത് ഹോളോ സ്പേസും ആണ്. π/4 ഇൻറ്റു 80 സ്ക്വയർ മൈനസ് 60 സ്ക്വയർ. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 2199.11 mm സ്ക്വയർ. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് വരാം. ഈ ഇക്വേഷനിലോട്ട് ഇതിലിപ്പോൾ എഫ് ബി പി നമുക്കറിയാം, എഫ് ബി ഒരിക്കൽ കൂടി പറയാണ്, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാരണം നേരത്തെ ഫസ്റ്റ് ഇക്വേഷനാണിത്, ഫസ്റ്റ് ഇക്വേഷനിൽ വെച്ച് കിട്ടിയ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ബി എന്നുള്ളത് ആൻസർ കിട്ടി, എഫ് സി എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ്, എ സി എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. പി ഈക്വൽ ടു 40,000 ഈക്വൽ ടു എഫ് ബി എന്ന് പറഞ്ഞാൽ 0.818 എഫ് സി ഇൻറ്റു എ ബി എത്രയാണ്? 2199.11. അപ്പോൾ ഈ ടേമായി പ്ലസ് എഫ് സി നമുക്ക് അറിയില്ല, അപ്പോൾ എഫ് സി അതുപോലെ തന്നെ പ്ലേസ് ചെയ്തു, ഇൻറ്റു എ സി. എ സി എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടെത്തിയ വരെയാണ് 2827.43. ഓക്കെ, ഇങ്ങനെ. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക നോക്കാം. 1798.87. ഞാനിവിടെ ചെയ്തതൊന്നുമല്ല, 0.818ഉം 2199 വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 1198 കിട്ടി, ഇൻറ്റു എഫ് സി, ഇവിടെ ഒരു എഫ് സി ഉണ്ട്, അപ്പോൾ ഇൻറ്റു എഫ് സി, അത്രയും എഫ് സി. ഓക്കെ, പ്ലസ് ഇതിൻ്റെ ഇവിടെ നോക്കാം, 2000 ഇവിടെ ഡയറക്റ്റ് ആണ്, 2827.43 എഫ് സി കണ്ടോ. അപ്പോൾ ഇത്രയും എഫ് സി പ്ലസ് ഇത്രയും എഫ് സി, അപ്പം ഇനി 2 എഫ് സി കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ എഫ് സി എത്രയും കിട്ടും. ഇവിടെ സ്പേസ് കുറവ് കാരണം ഞാനൊന്ന് കളയുന്നുണ്ട്. 40,000 ഈക്വൽ ടു 1798.87 പ്ലസ് 2827.43 ഈക്വൽ ടു 4626.3 എഫ് സി എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനിൽ വന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എഫ് സി ആണ് വേണ്ടത്, അപ്പോൾ എഫ് സിന്റെ സൈഡിൽ നിർത്താം, എഫ് സിന്റെ സൈഡിൽ നിർത്താം. 40,000 ഡിവൈഡഡ് ബൈ 4626.3. .646 ന്യൂട്ടൺ പെർ എം സ്ക്വയർ എന്നുള്ള ഒരു ആൻസർ കിട്ടും. 8.646 ന്യൂട്ടൺ പെർ എം സ്ക്വയർ ആണ് എഫ് സി, അതായത് കോപ്പറിൽ വരുന്ന സ്ട്രെസ് എന്നുള്ളത് 8.646. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഫ് ബി കാണാം. എഫ് ബിന്റെ നമ്മൾ ഇക്വേഷൻ ഫസ്റ്റ് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു, 0.818 അല്ലേ, 0.818 ഇൻറ്റു എഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പോയിന്റ് ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1, ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 0.818 എഫ് സി 0.818 ഇൻറ്റു
8.646. 0.818 into 8.646. 7.027 എന്നുള്ള ആൻസർ ലഭിക്കും ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഇതിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത കാര്യത്തിലേ ഉള്ളൂ. നമ്മൾ രണ്ട് ഇക്വേഷൻ ഇതാണ്, FB/EB = FC/EC. അതിൽ അറിയുന്ന ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. രണ്ടാമതുള്ള ഇക്വേഷൻ P = FB × AB + FC × AC. നമ്മൾ സ്റ്റഡി ശരിക്കും പഠിച്ച ഇക്വേഷൻ എങ്ങനെയാണ്, F1/E1 = F2/E2. അതുപോലെ തന്നെ P = F1A1 + F2A2. നമ്മൾ ആ 1, 2 എന്നുള്ള നമ്പറൊക്കെ ഓരോന്നിന് ഫസ്റ്റ് നമ്പറായിട്ട് കോപ്പറും രണ്ടാമതായിട്ട് ബ്രാസും കൺസിഡർ ചെയ്തു, അല്ലെങ്കിൽ തിരിച്ച് ഫസ്റ്റ് ബ്രാസായിട്ടും രണ്ടാമത് കോപ്പറായിട്ടും കൺസിഡർ ചെയ്തു. എന്നിട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഇതാണ്. FC = ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ. FC = 8.646 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അതുപോലെ തന്നെ FB = 7.027 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറായി കോപ്പറിലും ബ്രാസിലും തന്നെ സ്ട്രെസ് നമ്മൾ കണ്ടെത്തി. ഇനി നമുക്കിതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. amount by which each shortens in a length. ഇതിൽ ഈച്ച് തരുമ്പോൾ ഓരോന്നും ഷോർട്ട് ചെയ്യാൻ എത്ര കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടും സെയിം ആണ്. എന്നാലും നമുക്ക് രണ്ടും ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളതിന്റെ ഇക്വേഷൻ ഇതാണ്. ΔL = F1/E1 × L ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ = F2/E2 × L. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ΔL കണ്ടുപിടിക്കാനുള്ള ചേഞ്ച് ഇൻ ലെങ്ത് കാണാനുള്ള, ഷോർട്ടനാണോ ഇലാമിഷൻ ആയിക്കോട്ടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ΔL = F1/E1 × L, F2/E2. നമ്മളത് ഇക്വേഷൻ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഒരു ചെറിയ മാറ്റം വരും. FB/EB × L അല്ലെങ്കിൽ FC/EC × L. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ വരും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ΔL = FB/EB × L ആദ്യം ചെക്ക് ചെയ്യാം. FB എന്ന് പറഞ്ഞാൽ 7.07/EB എന്ന് പറഞ്ഞാൽ ഇവിടെ ഡാറ്റ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. EB = 0.9 × 10⁵. ഓക്കെ, ഇൻറ്റു L എന്ന് പറഞ്ഞാൽ 200 mm. ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 0.01572 mm. 0.01572 mm എന്നുള്ള ആൻസർ ലഭിക്കും. പിന്നെ അതിൽ തന്നെ മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ടായിരുന്നു. ΔL = FC എന്ന് പറഞ്ഞാൽ 8.646/EC എന്ന് പറഞ്ഞാൽ 1.1 × 10⁵ ഇൻറ്റു L എന്ന് പറഞ്ഞാൽ 200. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്താലും ലഭിക്കുന്ന ആൻസർ 0.01572 mm എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ ഒരെണ്ണം വെച്ച് ചെയ്താൽ മതി. നമ്മൾ ഇത് രണ്ടും സെയിം ആണ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, രണ്ടിൽ വരുന്ന ചേഞ്ച് ലെങ്ത് സെയിം ആണ്. അതായത് ഇതിലൊരു മെറ്റീരിയൽ ഇലാങ്ങേറ്റ് ചെയ്യാൻ ടെൻഡൻസി, ഒരു മെറ്റീരിയൽ ഇതിൽ കംപ്രഷൻ ഫോഴ്സ് ആണ്. ഇതിൽ കംപ്രഷൻ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഫോഴ്സ് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് മെറ്റീരിയലും സെയിം ചേഞ്ച് ലെങ്ത്തിലാണ് മെഷർമെന്റ് വരിക, അല്ലെങ്കിൽ ചേഞ്ച് ലെങ്ത്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഇതോടുകൂടി നമ്മുടെ ഈ പ്രോബ്ലം അവസാനിച്ചു. ഈ പ്രോബ്ലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ച് ടഫായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന പ്രോബ്ലമാണ്. പക്ഷേ